അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ വൈകി പോയിക്കണം കേട്ടോ. വിരുന്നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ ആയിട്ട് അങ്ങനെ ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയിരിക്കണം. അപ്പം അന്നത്തെ ദിവസം നമ്മൾ ഇതാക്കണം ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പെരുന്നാളിൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ പെരും തിരക്കല്ലേ. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാതും ഇങ്ങോട്ട് ആയി കിട്ടണം. നമ്മളെ നിസ്കാരം വരെ കഴിഞ്ഞ് കിട്ടണമല്ലോ കുത്തു കഴിഞ്ഞ് വരുമ്പോൾക്ക്. അങ്ങനെ ഏതായാലും നമ്മളിതാ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. 3 കിലോ വെച്ചാട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാക്കണം അയക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കേട്ടോ. ബീൻസ് വയർ, അതേമാതിരി മുട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, ക്യാപ്സിക്കം മുളക്, ക്യാരറ്റ്, വെല്ലുള്ളി എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിക്കണം. പിന്നെ അതാ എല്ലാവരും കുത്തുബക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടോ. അതൊരു രസമാണല്ലോ അല്ലേ, കുത്തുബക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ മക്കളൊക്കെ ഒരുങ്ങി ഓലൊക്കെ ഒരുക്കി കൊടുക്കുക, അതൊക്കെ ഒരു വേറെ രസം തന്നെ. അങ്ങനെ ഏതായാലും എല്ലാവരും ഇതാ കുത്തുബക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മോനും ഉണ്ട് കേട്ടോ. പോണ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഏതായാലും ഇതാക്കണം കേട്ടോ. കുത്തുബൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയ കുട്ടി തറാവിയ ഫുള്ള് നിസ്കാരത്തിനും പള്ളിക്കൊക്കെ പോയിട്ടോ. പിന്നെ നോമ്പാണെങ്കിലും ഫുള്ള് എടുത്തിക്കണം. 29 നോമ്പ് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവനക്ക് സമ്മാനം കിട്ടിയതാണ് ഗ്ലാസ്. അതിൽ കുറച്ച് മുട്ടായി ഉണ്ട് മാഷാ അല്ലാഹ്. അങ്ങനെ കുട്ടി എല്ലാ നോമ്പ് കൊടുത്തു, തറാവി നിസ്കാരമൊക്കെ എടുത്തിട്ടോ. പിന്നെ ഫസ്റ്റ് എല്ലാവരും വന്ന് ചോറൊക്കെ തിന്ന് പോയി. പിന്നെ രണ്ടാമത് വിളമ്പിയതാട്ടോ അത്. അപ്പോൾ ഇതാക്കണം ഫ്രൈഡ് റൈസും അതേമാതിരി ചിക്കൻ കൊണ്ട് കടായും ബീഫ് വരട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിന്. ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ കുട്ടികളാട്ടോ. അപ്പോൾ എല്ലാവരും വരും കേട്ടോ നമ്മളെ പെരിക്ക്. പിന്നെ ഞങ്ങളും തന്നെ ഇമ്മയും തറവാട്ടത്തെ എല്ലാവരും ഉണ്ടാവും, മുത്തശ്ശിയും ഞങ്ങളെല്ലാവരും പാടെ ചോറൊക്കെ വെച്ചാട്ടോ. പിന്നെ ഇതാക്കണം ചിക്കൻ കടായി ഇതാക്കണം അതും. പിന്നെ ഫ്രൈഡ് റൈസും ഇതാക്കണം കേട്ടോ. മോര് കാച്ചിയത്, ഇറച്ചി വരട്ടും, വെറും ചോറും. അത് നമ്മൾ മെയിനായിട്ട് വെക്കും കേട്ടോ എല്ലാ പെരുന്നാൾക്കും. അതിൻ്റെ ഇടയിൽ അനിയത്തിയും കുട്ടികളും എല്ലാവരും വന്ന് കഴിഞ്ഞാൽ പോലും ഇതാക്കണം. അതിൻ്റെ ഇടയിൽ പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ.